അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പലപ്പോഴും ജമാഅത്ത് നമസ്കാരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നിൽ നമസ്കരിക്കുന്ന ചില ആളുകൾ ഉറക്കെ ഓതാറുണ്ട്. ഉറക്കെ ഓതുക എന്ന് പറഞ്ഞാൽ ഇമാം ഓതുന്നത് പോലെ ഈണത്തിൽ തജ്വീദിൽ അല്ലെങ്കിൽ ആ ഒരു ഭംഗിയിൽ ഓതുന്നു എന്നല്ല, മറിച്ച് അടുത്ത് നിൽക്കുന്ന ആളുകൾ കേൾക്കെ ഉറക്കെ ഓതാറുണ്ട്. ഇത് അടുത്ത് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളുടെ ഇസ്ലാമികമായ വിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഇമാം ഓതുന്ന സമയത്ത് മഅ്മൂം നിശബ്ദമായിട്ടാണ് ഓതേണ്ടത്. സ്വന്തം നെഫ്സ്, സ്വന്തം ശരീരം കേൾക്കുന്ന ആ രീതിയിൽ ഓതിയാൽ മതി. അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അലോസരമുണ്ടാക്കുന്ന രൂപത്തിൽ ഓതാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു വാസന കൊണ്ട് പോലും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്നതുകൊണ്ടാണല്ലോ പച്ച ഉള്ളി കഴിച്ച് പള്ളിയിൽ വരരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ ഖിറാഅത്തിന്റെ വിഷയത്തിൽ പോലും മറ്റ് സമീപത്ത് നിസ്കരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ ഓതരുത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, യജിബു അലൽ മഅ്മൂമി ഇദാ കാനൽ ഇമാമു യജ്ഹറു ബിൽ ഖിറാഅത്തിൽ ഇൻസ്വാത്ത്. അതായത് ഇമാമു ഉറക്കെ ഓതുന്ന സമയത്ത് മഅ്മൂമിൻ്റെ മേൽ നിശബ്ദത പാലിക്കലാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. ലിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, നിങ്ങൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിശബ്ദത പാലിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. വൻസിതു, നിശബ്ദത പാലിക്കുകയും ചെയ്യണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അപ്പോൾ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിലാണ് ഖിറാഅത്ത് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക. അവിടെ ഉറക്കെ ഓതേണ്ടത് ആവശ്യമില്ല. ഇമാമു ഖിറാഅത്ത് നടത്തുമ്പോൾ നിശബ്ദമായി കേട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉറക്കെ ഉച്ചരിക്കേണ്ടതില്ല. സ്വന്തം ശരീരം, സ്വന്തം നഫ്സ് കേൾക്കുന്ന രൂപത്തിൽ ചെയ്താൽ മതി. ഇത് തന്നെയാണ് നമസ്കാരത്തിലെ മറ്റു പ്രാർത്ഥനകൾ ചെല്ലുന്ന സമയത്തും നാം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.